viewers, welcome back to Sala Learning. It's me, Sri Bhama. മക്കളെ എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നില്ലേ? എടാ മോനെ സുഖമല്ലേ? ഹാപ്പി അല്ലേ? അപ്പോൾ ദാ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ നമ്മുടെ ചുറ്റും നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഒരുപാട് മഴയുടെ പ്രശ്നങ്ങൾ വരുന്നു, നമുക്ക് പ്രളയത്തിൻ്റെ അടുത്തോട്ടിൽ എത്തുന്ന പരിപാടിയിലാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ അസുഖം പകരാനുള്ള ഒരു സാധ്യതയുള്ള സമയം കൂടിയാണ് ഇപ്പോൾ. നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. അതാണ് ഫസ്റ്റ് ഓഫ് ഓൾ മിസ്സിന് പറയാനുള്ളത്. നമുക്ക് വീടുകളിലും ഒക്കെ വെള്ളം കയറിക്കൊണ്ടിരിക്കുന്ന സമയമാണ്, ഒരുപാട് ഡേഞ്ചറസ് ആയിട്ടുള്ള ടൈമാണ്. സോ മാക്സിമം നിങ്ങൾ സേഫ് ആയിട്ടിരിക്കുക. റെഡി? അപ്പോൾ മക്കളെ ഇന്ന് മിസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സമയത്ത് ഈ മഴക്കാലത്താണ് ഏറ്റവും പ്രത്യേകിച്ച് പഠിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് എവേ ഫ്രം ഡിസീസസ്, വ്യാധികൾ പടരാതിരിക്കാൻ അല്ലേ? വ്യാധികൾ ഒരിക്കലും നമുക്ക് പടരരുത് അല്ലേ? അസുഖങ്ങൾ നമുക്ക് വരരുത്. നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം തന്നെയാണ്, മിസ്സിനും ആഗ്രഹം തന്നെയാണ്, എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കാനാണ്. സോ ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കുറച്ച് അസുഖങ്ങൾ, അതുപോലെ അത് പകർത്തുന്ന ആളുകൾ. എനിക്ക് തോന്നുന്നു നമുക്കിപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാൻ പറ്റിയ ചാപ്റ്റർ തന്നെയാണ്. കാരണം ഈ ഒരു സമയത്ത് പഠിക്കാൻ പറ്റിയ ചാപ്റ്ററാണ്. അതുപോലെ എന്തൊക്കെയാണ് അതിൻ്റെ റീസണും കാര്യങ്ങളും, എന്തുകൊണ്ട് അസുഖം വരുന്നതെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധി വരെയെങ്കിലും നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റുമെന്ന് മിസ് വിശ്വസിക്കുന്നു. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, നമുക്ക് നമ്മുടെ കാര്യത്തിലോട്ട് വരാം. അപ്പോൾ എല്ലാവരും അസുഖം പിടിച്ച് കടന്നിട്ടുണ്ടാവും അല്ലേ? ഒരു പനിയോ ജലദോഷമോ തുമ്മൽ പോലെ വരാത്ത ആളുകൾ ഉണ്ടാവില്ല. അപ്പോൾ അത്രയും നമുക്ക് എന്താണ്, നമ്മൾ സ്കൂളിൽ പോകാൻ പറ്റില്ല, നമുക്ക് ഭയങ്കര കഷ്ടം, ഭയങ്കര വിഷമാണ് അല്ലേ? അസുഖം പിടിച്ച് കിടക്കുക പറഞ്ഞാൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ എന്നൊക്കെ പറഞ്ഞാൽ ഈ നിപ്പ, കൊറോണ തുടങ്ങിയിട്ടുള്ള മാരകമായിട്ടുള്ള കാര്യങ്ങൾ വരെ ഇപ്പം എന്താണ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. സോ ഇതിൽ നിന്നൊക്കെ നമ്മൾ മുക്തി നേടണം. അങ്ങനെയാണെങ്കിൽ ഇത് ആരാണ് പടർത്തുന്നത്, എന്തൊക്കെയാണ് അസുഖങ്ങൾ, എന്തോ ഒരു അസുഖങ്ങളുണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ അറിയണ്ടേ? സോ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ അതിനെപ്പറ്റിയാണ് മെയിനായിട്ട് പഠിക്കുന്നത്. ഫസ്റ്റ് മിസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ആരെ വെച്ചിട്ടാ? കൊതുകിനെ വെച്ചിട്ടാ. മെയിൻ ആയിട്ടുള്ള ഒരാൾ, അസുഖം പരത്തുന്നതിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ആളാണ് ഈ കൊതുക്, ഈച്ച എന്നൊക്കെ പറയുന്ന ആളുകൾ. അപ്പൊ കൊതുക് പരത്തുന്ന കുറച്ച് രോഗങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? പരിചയപ്പെടാം. സെറ്റല്ലേ? സ്റ്റാർട്ട് ചെയ്താലോ? പവറല്ലേ? അപ്പൊ നോക്കിക്കോ മക്കളെ, ഡെങ്കു ഫീവർ, ഡെങ്കിപ്പനി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഡെങ്കിപ്പനി വന്നിട്ട് ഭയങ്കരമായിട്ടുള്ള പ്രശ്നമാണ്. ഭയങ്കര പനി വരും, ജലദോഷമല്ല, തലവേദന, ഭയങ്കര ബോഡി പെയിൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കുറേയൊക്കെ എന്താണ് ഈ കൊതുക് പരത്തിയിട്ടുള്ള രോഗമാണെന്ന് നിങ്ങൾക്കത് മനസ്സിലാവില്ല. കാരണം നിങ്ങൾ ഡെങ്കിപ്പനി നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. ഭയങ്കര പനി ഇതൊക്കെ വരും. അപ്പം നോർമലാണെന്ന് വിചാരിച്ചിരിക്കരുത്, അപ്പം തന്നെ ഹോസ്പിറ്റലിൽ പോയി കൺസൾട്ട് ചെയ്യുക. അപ്പോൾ ഡെങ്കിപ്പനി പരത്തുന്നത് ഈ പറയുന്ന കൊതുകുകൾ പരത്തുന്ന രോഗമാണ്. അത് രണ്ടാമട്ടൊക്കെ വന്നു എന്നൊക്കെ വിചാരിച്ചോ, കുറച്ച് സീനായി കഴിഞ്ഞാൽ, സീരിയസ് ആയി കഴിഞ്ഞാൽ മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു അസുഖമാണ് ഡെങ്കിപ്പനി. ഓക്കെ, അപ്പോൾ ഡെങ്കു ഫീവർ എന്ന് പറയുന്നത് കൊതുക് പരത്തുന്ന രോഗമാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ചിക്കുൻ ഗുനിയ. ചിക്കുൻ ഗുനിയ ഇതുപോലെ തന്നെ നല്ല പനിയും ജലദോഷം അതിനേക്കാൾ കൂടുതൽ തലവേദന, ബോഡി പെയിനും കാര്യങ്ങളൊക്കെ വരും. ഭയങ്കര ഈ നടുവിനും അവിടേക്കൊക്കെ ഭയങ്കര വേദന വരും. നമുക്ക് ഭയങ്കര സഹിക്കാൻ പറ്റാത്ത അത്രയും വേദന, ബോഡി പെയിനും കാര്യങ്ങളൊക്കെ നമുക്ക് വരും. അപ്പോൾ അത് പരത്തുന്നതും ഈ പറയുന്ന കൊതുക് തന്നെയാണ്. ഈഡിസ് ഈജിപ്തി എന്നുള്ള പേരൊക്കെയുള്ള കുറച്ച് കൊതുകൊക്കെ ഉണ്ട്. അവരൊക്കെയാണ് ഈ ഡെങ്കിപ്പനി അതുപോലെ തന്നെ ചിക്കുൻ ഗുനിയും കാര്യങ്ങളൊക്കെ പടർത്തുന്ന ആളുകൾ. അപ്പോൾ അതെന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ചു വെക്കുക, ഡെങ്കിപ്പനി, ചിക്കുൻ ഗുനിയ. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഫിലാരിയാസിസ്, മന്ത് എന്ന് പറയും. ഇത് കണ്ടോ, നമ്മുടെ ഈ ശരീരഭാഗം ഇങ്ങനെ വീർത്ത് തടിച്ചു വരും. ഇപ്പൊ കാല് നോക്കുക, ഈ ഒരു കാല് പോലെയാണോ ഈ കാലിരിക്കുന്ന? അല്ല, നല്ല തടിച്ചു വലിയ കാലുകളായിട്ടുണ്ട് അല്ലേ? അപ്പൊ ഇതെന്താണ്? മന്ത്. ഈ മന്ത് പരത്തുന്നതും കൊതുകാണ്. ഓക്കെ അല്ലേടാ? സെറ്റാണല്ലോ? അപ്പൊ കൊതുക് പരത്തുന്ന ഒരുപാട് രോഗമുണ്ട്. അതില് മെയിൻ ആയിട്ട് വരുന്ന ആളുകളാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ള ആരൊക്കെ? നോക്കിക്കോ, നമ്മുടെ മന്ത്, മലമ്പനി, ഡെങ്കിപ്പനി, ചിക്കുൻ ഗുനിയ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് പഠിച്ചു വെച്ചോ മക്കളെ. ഫിലാരിയാസിസ്, മലേറിയ, ഡെങ്കു ഫീവർ, ചിക്കുൻ ഗുനിയ. ഇത് പഠിക്കണമെങ്കിൽ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എന്താലോചിക്കാം? ഡിങ്കൻ ആലോചിക്കാം. ഡിങ്കൻ മീൻസ് ഡെങ്കിപ്പനി. അപ്പൊ ഡിങ്കൻ എന്ത് ചെയ്യാണ്? ചിക്കൻ വാങ്ങിക്കാൻ പോവാണ്. ചിക്കൻ മീൻസ് ചിക്കുൻ ഗുനിയ, ചിക്കൻ വാങ്ങിക്കാൻ വേണ്ടി പോയി. അപ്പൊ മല വഴിയാണ് പോയതെന്ന് ആലോചിക്കാം. അപ്പൊ മലമ്പനി എന്ന് ആലോചിക്കാം. ആൻഡ് ദെൻ അപ്പോഴേക്ക് എന്താണ്? അതുവഴി ഓടി മന്ദം ഒരാൾ വന്നു എന്ന് ആലോചിച്ചോ. അപ്പൊ എന്താണ്? നിങ്ങൾക്ക് ഈ ഒരു കോഡ് വെച്ചിട്ട് പഠിച്ചൂടെ? മന്ദം മീൻസ് മന്ദം. ഓക്കെ, അപ്പൊ നമ്മുടെ ഡിങ്കൻ ചിക്കൻ വാങ്ങിക്കാൻ വേണ്ടി മലയിലോട്ട് പോയപ്പോൾ മന്ദം ഒരാൾ വന്നു എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഡെങ്കിപ്പനി കിട്ടും, ഡിങ്കനെ വെച്ചിട്ട്. ആൻഡ് ചിക്കൻ ഗുനിയ, ചിക്കൻ കിട്ടും. ആൻഡ് ദെൻ മലയിലോട്ട് പോയി മലമ്പനി. ആൻഡ് ദെൻ ലാസ്റ്റ് മന്ത് എന്ന് പഠിച്ചു വെക്കാം. അപ്പോൾ ഈ പറയുന്ന രോഗങ്ങൾ പഠിച്ചു വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് ചോദിക്കും ഓരോരുത്തർ പകർത്തുന്ന രോഗങ്ങൾ ഏതൊക്കെ ചോദിച്ചാൽ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ത്രൂ മോസ്കിറ്റോ വഴി അല്ലെങ്കിൽ കൊതുക് മുഖേന പകരുന്ന രോഗങ്ങളാണ് മിസ്സി പറഞ്ഞിട്ടുള്ള ഡിസീസസ്. സെറ്റാണല്ലോ? റെഡി ആണല്ലോ? അപ്പൊ നോക്കിക്കോ, കൊതുക് എങ്ങനെയാണ് മക്കളെ ഈ കൊതുക് പെരുകുന്നത്?
ഇത്രയുള്ള കൊതുക് കുറേ കാലം കഴിഞ്ഞ് നോക്കുമ്പോൾ ഒരുപാട് എണ്ണായി മാറിയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഈ കൊതുക് മുട്ടയിടുന്ന കുറേ സ്ഥലങ്ങളുണ്ടല്ലോ, ഏതൊക്കെയാ? നിങ്ങൾ പല സമയത്ത് നിങ്ങളുടെ വീടിന് ചുറ്റൊക്കെ വൃത്തിയാക്കാനുള്ള കാരണം എന്താ? ഈ വെള്ളം കെട്ടിയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ അമ്മമാർ പറയും, ഇപ്പോൾ ചിരട്ട ഇങ്ങനെയല്ല ഇങ്ങനെ കമഴ്ത്തി വെക്കണമെന്ന് പറയും, ബക്കറ്റിൽ വെള്ളം പിടിച്ച് വെക്കരുത്, വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ ഒഴിവാക്കണമെന്ന് നിങ്ങളുടെ അച്ഛനും അമ്മയും പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ കൊതുകുകൾക്ക് മുട്ടയിടാൻ അനുയോജ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തെല്ലാമാണ്? Aren't we responsible for creating favorable situation in our house and surrounding for the growth of mosquitoes? എന്നാ ചോദിക്കുന്നത്. ഉണ്ടോ? നമ്മളായിട്ട് ചെയ്തു കൊടുക്കുന്ന കുറേ കാര്യങ്ങളുണ്ടോ? ഉണ്ട്. ഇപ്പം ഈ പറയുന്ന പോലെ വെള്ളം കെട്ടി നിൽക്കുക, ചിരട്ടൊക്കെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ എന്ത് ചെയ്യുക, പൊട്ടി ഇങ്ങനെ കിടക്കുക. അതുപോലെ തന്നെ ചില സമയത്ത് ഈ ചെടിയുടെ അടിയിലൊക്കെ നമ്മൾ പാത്രമൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവിടെ വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുന്നത്. അതുപോലെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അല്ലേ, നമ്മളിപ്പോൾ ടാപ്പ് തുറന്നിടുന്ന കുറേ സ്ഥലങ്ങളുണ്ടായിരിക്കും. അങ്ങനെയുള്ള കുഞ്ഞിയതായിട്ടുള്ള ഡപ്പയിലും അതുപോലെ നമ്മൾ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് ബോട്ടിലും അടക്കം എന്തുണ്ട്, വെള്ളം കെട്ടി നിന്ന അവിടെയാണ് ഏറ്റവും കൂടുതൽ മുട്ടയിട്ട് കൊതുക് പെരുകുന്നത്. ഓക്കെ, അപ്പോൾ കൊതുകിന് മുട്ടയിടാൻ വേണ്ടി ഒരു സ്ഥലം നോക്കി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കാം, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡ്രൈ ഡേയും കാര്യങ്ങളൊക്കെ ആചരിക്കാറുണ്ട് അല്ലേ. നിങ്ങളുടെ സ്കൂളിലൊക്കെ ചില ദിവസങ്ങളിൽ ക്ലീൻ ചെയ്യാറുണ്ടായിരിക്കും, കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ചെയ്യാറുണ്ട്. കാരണം എന്താ, വീടും പരിസരം വൃത്തിയാക്കി സൂക്ഷിക്കുക, സ്കൂളിൻ്റെ പരിസരം സൂക്ഷിക്കുക. കാരണം നമുക്ക് അസുഖം വരാതിരിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണല്ലേ. മറ്റുള്ളവരെ പോലെയല്ല, നമുക്ക് നമ്മുടെ ഹെൽത്ത് നോക്കണം. സോ എല്ലാവരും എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങളുടെ വീടും പരിസരമൊക്കെ വൃത്തിയാക്കി സൂക്ഷിക്കുക. കൊതുക് വളരാനുള്ള ഒരു സാധ്യതയും ഉണ്ടാകാതിരിക്കുക, പ്രത്യേകിച്ച് മഴക്കാലത്ത്. ഈ ഒരു സിറ്റുവേഷനിൽ ഏറ്റവും നല്ലൊരു കാര്യമാണിത്. സോ ഉപേക്ഷിച്ച പ്ലാസ്റ്റിക് കവർ, കുപ്പികൾ, ചിരട്ട, കെട്ടിക്കിടക്കുന്ന ജലത്തിലൊക്കെ എന്തുണ്ട്, കൊതുക് മുട്ടയിട്ട് വളരുന്നു. മൊസ്കിറ്റോസ് breathe the discarded plastic bags, bottles, coconut shell and stagnant water. ഇതിലൊക്കെ ഉണ്ടായിരിക്കും. സോ മക്കൾ എന്ത് ചെയ്യുക, മാക്സിമം അത് ശ്രദ്ധിക്കുക. നല്ല രീതിയിൽ കൊതുക് വളരാത്ത രീതിയിൽ അത് ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ, റെഡി അല്ലേ? അപ്പോൾ നിങ്ങൾ എല്ലാവരും അത് ചെയ്യണം. എല്ലാവരും ചെയ്യില്ലേ? കമൻറ്റ് ബോക്സിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഐ ഗസ് ഡ്രൈ ഡേ ആചരിക്കും മിസ്സേ, ഞങ്ങൾ ക്ലീൻ ആക്കുന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തിടാം. റെഡി, സെറ്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ഇന്ന് പഠിക്കാൻ വേണ്ടിയിട്ട്. സോ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് അസുഖങ്ങളെ പറ്റി പഠിച്ചു. നമ്മുടെ ഡെങ്കിപ്പനി, അതുപോലെ മന്ത്, ചിക്കൻ ഗുനിയ തുടങ്ങിയിട്ടുള്ള കൊതുക് പരത്തുന്ന രോഗങ്ങളെ പറ്റിയാണ് പഠിച്ചത്. ഇതുപോലെ ഒരുപാട് വഴി പകരും കേട്ടോ. പീച്ച വഴി, ആൻഡ് വായു മുഖേന, സ്പർശം മുഖേന, നമ്മുടെ കൈ കൊടുക്കുന്നത് ഷേക്ക് ഹാൻഡ്, കൊറോണയ്ക്ക് അങ്ങനെയാണല്ലോ മെയിനായിട്ട് നമ്മൾ കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്, അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. സോ ഇന്ന് ഇത് നന്നായിട്ട് പഠിക്കുക. അപ്പോൾ അതുവരേക്കും ബൈ. മിസ്സിൻ്റെ പേര് SB. Okay, bye bye dear. See you next video. Canada. Bye.